ഭണ്ഡാസുര വധം എന്നുള്ള പ്രകരണമാണ് നമ്മളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ വളരെ ചുരുക്കത്തിലാണ് ഇത് വർണ്ണിക്കപ്പെട്ടിട്ടുള്ളത്. മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധ അസുര സൈനിക, ഇങ്ങനെയൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുടിലാക്ഷൻ മുതലായ എത്രയോ അക്ഷൗഹിണി സേനയുണ്ടായിരുന്നു അത്രേ. അവരൊക്കെ മഹാപാശുപതം എന്നുള്ള ഒറ്റ അസ്ത്രം കൊണ്ട് ദേവി നിർമൂലമാക്കി. അതുപോലെ കാമേശ്വരാസ്ത നിർദഗ്ധ സ ഭണ്ഡാസുര ശൂന്യക, ഈ യുദ്ധത്തിന് ഒരവസാനം വേണമല്ലോ. ഈ യുദ്ധത്തെ ഒന്നിനോടും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. ആകാശത്തെ എന്തിനോടെങ്കിലും താരതമ്യപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ആകാശം പോലെയാണ്. സമുദ്രത്തെ എന്തിനോടെങ്കിലും താരതമ്യപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ സമുദ്രം പോലെയാണ്. ഗഗനം ഗഗനാകാരം സാഗരം സാഗരോപമം രാവണയോഹോ യുദ്ധം രാവണയോരിവ. ഏതോ ഒരാൾ ചോദിച്ചത്രേ, രാമരാവണ യുദ്ധം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ അത് രാമരാവണ യുദ്ധം പോലെ ഉണ്ടായിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അതിന് സമാനമായിട്ട് മറ്റൊന്നില്ല. അതുപോലെയായിരുന്നു അത്ര ഇവരുടെ യുദ്ധം. എങ്കിലും എല്ലാത്തിനുമൊരു പര്യവസാനം ഉണ്ട്. അങ്ങനെ മഹാപാശുപതാസ്ത്രാഗ്നി നിർദഗ്ധ അസുര സൈനിക, കുടിലാക്ഷൻ മുതലായ സമസ്ത അസുരന്മാരെയും പാശുപതം എന്നുള്ള ഒരു അസ്ത്രം കൊണ്ട് ദേവി ഹനിച്ചു. കാമേശ്വരാസ്ത നിർദഗ്ധ സ ഭണ്ഡാസുര ശൂന്യക, ഭണ്ഡാസുരനെ ഏറ്റവും തനിക്ക് പ്രിയതമനായ കാമേശ്വരൻ്റെ നാമധേയത്തിലുള്ള ഒരു അസ്ത്രം കൊണ്ട് ദേവി ഹനിച്ചു. അതിൻ്റെ ഒരു പ്രഭ ശൂന്യക നഗരത്തിൽ ചെന്ന് വീണു അത്രേ. അങ്ങനെ ശൂന്യക നഗരവും പൂർണ്ണമായിട്ട് നശിച്ചു. അങ്ങനെ കാമേശ്വരാസ്ത നിർദഗ്ധ സ ഭണ്ഡാസുര ശൂന്യക എന്ന് ഭണ്ഡാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ്റെ വധം അങ്ങനെ സംഭവിച്ചു. ദേവന്മാർക്കെല്ലാം വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. എത്രയോ വർഷങ്ങൾ, 60,000-ഓളം വർഷങ്ങൾ ഇവരെ പീഡിപ്പിച്ചും വിഷമിപ്പിച്ചും ഈ ലോകത്തിന് മുഴുവൻ ബുദ്ധിമുട്ടുണ്ടാക്കിയ ത്രിലോക കണ്ടകനായ ഒരു അസുരനെ വളരെ നിസ്സാരമായിട്ട് ലളിതാംബിക ഹനിച്ചു. ഒറ്റ അസ്ത്രം കൊണ്ട് അയാൾ ഇല്ലാണ്ടായി. ദേവന്മാരെല്ലാം സന്തോഷിച്ചു. ബ്രഹ്മ ഉപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ, അവരെല്ലാം ദേവിയെ സ്തുതിച്ചു. ദേവി വളരെ വിനയാൻവിതയായിട്ട് താനൊന്നും ചെയ്തില്ല എന്നുള്ള മട്ടിൽ ഇരുന്നു. നമ്മൾ അമ്മയുടെ ജന്മദിന വേളയിൽ നമ്മൾ എല്ലാ വർഷവും കാണുന്ന ഒരു കാഴ്ചയാണിത്. 2-3 ദിവസം ഉള്ള ഒരു വലിയ പരിപാടിയാണ്. അതിനും ഒരാഴ്ച മുമ്പേ തന്നെ വലിയ ജനാവലികൾ വന്നു തുടങ്ങും. നൂറുകണക്കിന് നേതാക്കളും മന്ത്രിമാരും പ്രശസ്തരായ കലാകാരന്മാരും പ്രശസ്തരായ സയൻറ്റിസ്റ്റുകളും അങ്ങനത്തെ ആൾക്കാരും വന്നുകൂടുന്ന ഒരു സഭയാണ്. 10,000 തടിച്ചുകൂടുന്ന ഭക്തർ, എത്രയോ സാരി വിതരണം, അതുപോലെ വീട് വിതരണം, അതുപോലെ സമൂഹത്തിന് ഉതകുന്ന പദ്ധതികൾ, ഇതൊക്കെ അമ്മ ആ സമയത്ത് ചെയ്യും. ഏകദേശം ഒരാഴ്ചയോളം അമ്മയ്ക്ക് ഉറക്കമില്ലാണ്ട് ഭക്തന്മാർക്ക് ദർശനം കൊടുക്കും. എങ്കിലും ഈ പരിപാടികളിലെല്ലാം തന്നെ അമ്മ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിൽക്കുന്നത് കാണാം, നിസ്സംഗയായിട്ട്. അതുപോലെ തലേ ദിവസം രാവിലെ 8:30 മണി 8:45 അമ്മ വരും. പിറ്റേ ദിവസം 11 മണി വരെ ഇരിക്കുന്നുണ്ടാവും. ആയിരക്കണക്കിന് ഭക്തന്മാർക്ക് ദർശനം. അതിൻ്റെ ഇടയ്ക്ക് എത്രയോ ഒരു സെക്കൻഡ് വിടാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക, ആശ്വാസം നൽകുന്ന വാക്കുകൾ പറയുക, എത്രയോ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുക, എന്നൊക്കെ സാധാരണ മനുഷ്യർക്ക് തീരെ ചെയ്യാൻ സാധിക്കാത്ത എത്രയോ കാര്യങ്ങളാണ് അമ്മ ചെയ്യുന്നത്. എത്രയോ വലിയൊരു ഓർഗനൈസിങ് വർക്ക്, അല്ലെങ്കിൽ അതിനെ സംഘടിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ, അതിന് പന്തലിടുക, അതിന് കറണ്ട് ഉണ്ടാക്കുക, ജനറേറ്റർ കൊണ്ടുവരിക, അത് ക്ലീൻ ചെയ്തെടുക്കുക, അതുപോലെ സ്റ്റേജ് പ്രോഗ്രാംസ് ഓരോന്ന് നടത്തുക എന്ന് അതിനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ വ്യക്തിക്കൊന്നും ഇങ്ങനത്തെ ഒരു പരിപാടി നടത്താൻ പറ്റില്ല. പക്ഷേ അമ്മ ഒരിക്കലും ദേഷ്യപ്പെടുന്നതോ അല്ലെങ്കിൽ സമാവസ്ഥ തെറ്റുന്നതോ ഒന്നും നമ്മൾ കാണാറില്ല. വളരെ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ തന്നെ ഭക്തന്മാർക്ക് ദർശനം കൊടുക്കുന്നത് കാണാം.
ഇതൊരു അത്ഭുത ദൃശ്യമാണ്. അത് കഴിഞ്ഞാൽ അമ്മ വളരെ വിനയാൻവിതയായിട്ട് എല്ലാവരെയും നമസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോകണമെന്ന് കാണാം. അപ്പോഴും ഞാൻ ഒന്നും ചെയ്തില്ല എന്നുള്ള മാതിരിയാണ്. ഇത് നമുക്ക് അമ്മയെ കാണാനുള്ള വ്യഗ്രതയേക്കാൾ കൂടുതൽ അമ്മയ്ക്ക് ഭക്തന്മാരെ കാണണം എന്നുള്ള ഒരു വ്യഗ്രതയാണ് കാണാറുള്ളത്. വളരെ വിനയാൻവിതയായിട്ടാണ് അമ്മ ഇറങ്ങിപ്പോകാറുള്ളത്. അതുപോലെ ഭണ്ഡാസുര വധം എന്നുള്ള ഒരു വലിയ കൃത്യം ദേവന്മാർക്കൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ദേവി അത് വളരെ ലളിതമായിട്ട് നിസ്സാരമായിട്ട് അത് ചെയ്തു. അത് കഴിഞ്ഞ് നമ്രശിരസ്കയായി എല്ലാവരെയും വണങ്ങി തിരിച്ചുപോയി. ബ്രഹ്മാവ്, ഉപേന്ദ്രൻ, മഹേന്ദ്രൻ, ദേവേന്ദ്രൻ ഇവരൊക്കെ ദേവിയെ നല്ലോണം സ്തുതിച്ചു. ബ്രഹ്മ, ഉപേന്ദ്ര, മഹേന്ദ്രാദി, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ, മഹേന്ദ്രൻ ഇവരൊക്കെ ദേവിയെ സ്തുതിച്ചു. ദേവസംസ്കൃത വൈഭവ, അങ്ങനത്തെ വൈഭവത്തോടു കൂടിയവളാണ് ദേവി എന്നൊക്കെ ഭണ്ഡാസുര വധം എന്നുള്ള പ്രകരണം വളരെ ചുരുക്കത്തിൽ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നു. ഭണ്ഡാസുര വധം എന്നുള്ള തലക്കെട്ടിൻ്റെ കീഴിൽ വരുന്ന വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ശ്രമിക്കാം.